Hello guys, welcome back to another video. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഗെയിൻ മീഷോ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ മീഷോ ഹോൾ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടം മീഷോ ഹോൾ വീഡിയോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പടപടപടേന്ന് മീഷോ ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ മീഷോ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ജീൻസിന് പറ്റിയിട്ടുള്ള ഷർട്ട്സ് ആൻഡ് ടൂണിക്സിൻ്റെ വീഡിയോ ആണ്. കൂടുതൽ ആൾക്കാർക്കും ഡ്രസ്സസിനെക്കാട്ടും ഇഷ്ടം ഷർട്ട്സ്, ടൂണിക്സ്, ജീൻസിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. ബിക്കോസ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു കാലത്ത് കൂടുതൽ ആൾക്കാരും ജീൻസാണ് വെയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ജീൻസും ടോപ്സും ആയിരിക്കും. കാരണം സിമ്പിളായിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ജീൻസ് ആൻഡ് ടോപ്സ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് മീഷോ ചൂസ് ചെയ്തത്. മീഷോയിലാകുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചാണ്, അത്യാവശ്യം ക്വാളിറ്റി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരുപാട് ബ്ലാ പറയാതെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. നമ്മൾ പർച്ചേസ് ചെയ്ത് ഇത്രയധികം പ്രൊഡക്ട്സ് ഉണ്ട്. ഇത്രയധികം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതായത് 6-7 ഷർട്ട്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു 500 ഉള്ളിലുള്ള ഡ്രസ്സുകളാട്ടോ. അതായത് ഒരു 200 രൂപ റേഞ്ചസിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർക്കണില്ല. എന്താണ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തൊക്കെ അല്ലെങ്കിൽ തംബ്നെയിലിൽ ആഡ് ചെയ്തൊക്കെ എത്ര രൂപ തൊട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് എല്ലാ ഹോൾ വീഡിയോയും കൂടെ ഒരുമിച്ചൊക്കെ ചെയ്യുന്നത് വരുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. എത്ര പ്രൈസാണ്, ഏതാ പ്രൈസ് എന്നുള്ള കാര്യം വിട്ടു. അതുകൊണ്ടാട്ടോ ഇത്രയും, അതായത് 6 ജോഡി ഡ്രസ്സുകളുടെയും കറക്റ്റ് റേറ്റ് ഓർത്ത് പറയുമ്പം നമുക്ക് പാടായിരിക്കും. അല്ലെങ്കിൽ എക്സ്ട്രാ ഫോൺ കൈ വെച്ച് അതിൻ്റെ റേറ്റ് അപ്പ് ടു ഡേറ്റ് നോക്കി പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക. എന്തായാലും 200 തൊട്ടുള്ള ടോപ്സ് ഉണ്ട്. 200 ഉള്ളിലുള്ള ടോപ്സ് എന്താണല്ലോ ഉണ്ട്. അപ് ടു 500. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. എല്ലാ ഡ്രസ്സും 500-നുള്ളിലുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇതൊരു ഷർട്ടാണ്, അടിപൊളി ഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ചൈനീസ് നെക്കാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അവിടെയും കണ്ടോ ഒരു എക്സ്ട്രാ പീസ് അവർക്ക് ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ആഷ് കോംബോയാണ് വന്നേക്കുന്നത്. വൈറ്റ് ആഷ് കോംബോ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി കിടുക്കാച്ചി മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആർക്കും കണ്ണും പൂട്ടി ബൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഫുള്ളായിട്ട് ഗ്യാരണ്ടി പറയുന്നു. അടിപൊളി മെറ്റീരിയലാണ്. അതായത് കാഷ്വൽ വെയർ ആയിട്ട്, അതായത് സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ട് എപ്പോഴും പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. 300-400 ഒരു ഷർട്ടാണ് ഈ ഷർട്ട്. നല്ല നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. കണ്ടോ, അതിനകത്ത് ബ്ലാക്ക് ബട്ടണൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആൻഡ് ഓൾസോ ടൈ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് അകത്തോട്ടിട്ട് വെയർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. ടൈ ബാക്കിലിട്ടിട്ടാണ്. കാരണം ഷർട്ടിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു വൃത്തിക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷർട്ടാട്ടോ. അതായത് ബ്ലാക്ക് ഇങ്ങനെ കോംബോ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗി വന്നേക്കുന്നത് ഈ ഷർട്ടിനകത്ത്. മെറ്റീരിയൽ വൈസ് അടിപൊളി, ലുക്ക് വൈസും അടിപൊളി. അതായത് ആർക്കും എടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഷർട്ടാണ് ഈ ഷർട്ട്. അഫോർഡബിൾ ആയിട്ടോ, നല്ല ഷർട്ട്. ആ റേറ്റിന് കൊടുത്തിട്ടുള്ള, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റിനുള്ള സാധനമുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാട്ടോ നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അതായത് നമ്മളെടുക്കുന്ന റേറ്റിലുള്ള സാധനമുണ്ട്. ചില സാധനം നമുക്കിട്ട് പണി കിട്ടും. വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ കയറി വരും. അപ്പോൾ ഇങ്ങനത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. ഇത് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെപ്പേഡിൻ്റെ ഒരു ടോപ്പാട്ടോ. ലെപ്പേഡിൻ്റെ പാറ്റേൺ വന്നേക്കുന്ന ഒരു ടോപ്പാണ്. ഇതാണ് ടോപ്പ്. ഇതാണ് ഞാൻ 200-നുള്ളിലാണ്ട് വരുന്നൊരു ടോപ്പാട്ടോ ഇത്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഹാഫ് സ്ലീവാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ വി നെക്കാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു ബട്ടൺ കൊടുത്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഓപ്പൺ ആണ്. ഉള്ളിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് എന്തെങ്കിലും വെയർ ചെയ്യണം. നല്ല സൂപ്പർ സാധനം കേട്ടോ. നല്ല ഒരു ലെപ്പേഡിൻ്റെ ഉണ്ട്. പക്ക ലെപ്പേഡ് പ്രിൻ്റാണ് വന്നേക്കുന്നത്. മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ലേ, മീഷോയിൽ നിന്ന് എപ്പോഴും ഒരു പ്രൊവൈഡ് ചെയ്യുന്നൊരു മെറ്റീരിയലൊരു പോളിസ്റ്റർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. പക്ഷേ വീഡിയോയിൽ കാണുന്ന അത്രയും ഭംഗി തന്നെ നേരിട്ടും കയ്യിലുണ്ട്. നല്ല എനിക്കിഷ്ടമായ ഒരു ലെപ്പേഡിൻ്റെ പ്രിൻ്റുള്ള ഒരു ടോപ്പാണിത്. എനിക്ക് ലെപ്പേഡിൻ്റെ പ്രിൻ്റുള്ള ടോപ്പില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി സാധനമാണിത്. ആൻഡ് ഓൾസോ ഒരു ഫ്രണ്ടിൽ 2 ഒരു കണ്ടോ വള്ളികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ. ഇത് ടൈ ചെയ്യുക. ഒന്നെങ്കിൽ ബാക്കിലോട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ടൈ ചെയ്യുക. ഷ്രഗ് പോലെ, അതായത് ഓവർ കോട്ടൊക്കെ പോലെ വെയർ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്കൊരു ടോപ്പ് പോലെ വെയർ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള
ഒരു ടോപ്പാണ് ആ ടോപ്പ്. ഇത് കാണിക്കുന്നത് ഷർട്ട് ആൻഡ് ടൂണിക്സ് ആട്ടോ. ഇതാട്ടോ ഈ ടോപ്പ്. ഇതൊരു ടോപ്പ് പോലെ ആൻഡ് ഓൾസോ ഷർട്ട് മോഡലിലാണ് വന്നേക്കുന്നത്. ഫുൾ സ്ലീവ് ആണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. താഴോട്ടൊരു പ്ലേറ്റഡ് രീതിയിൽ പോയിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി നെക്ക് വന്നിട്ട് ടട്ടാണ് ഇത് വന്നിട്ട്. ടോപ്പ് പോലെ ഫീൽ ചെയ്യും. ബട്ടൺസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഊരാൻ പറ്റുന്ന ബട്ടൺസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. ആൻഡ് മെറ്റീരിയൽ ആണെങ്കിലും നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഒരു ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിട്ടോ ആ മെറ്റീരിയൽ കാണാൻ. നമ്മൾ മെറ്റീരിയൽ കാണുമ്പോൾ ശരിക്കും ഫോട്ടോയിൽ വേറൊരു മെറ്റീരിയൽ ഫീൽ ചെയ്യും. പക്ഷെ കൈ കിട്ടുമ്പോൾ ഒരു എന്താ പറയുക, പോളിസ്റ്റർ അല്ല ക്രേപ്പാണോ എനിക്കറിയില്ല എന്താ മെറ്റീരിയലിനെ പറയേണ്ടതെന്ന്. പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയൽ, കളർ പോകത്തില്ല ഒരിക്കലും, അങ്ങനെ പിഞ്ചി പോകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല. എത്ര നാൾ വേണം ലാസ്റ്റ് ചെയ്യുന്ന സൈസുള്ള മെറ്റീരിയലാണ് ഇത്. നല്ല കളറാട്ടോ കാണാൻ. അതായത് ഫ്ലോറൽ വർക്ക്സ് ആണ്. യെല്ലോയിലാണ് വന്നേക്കുന്നത്. നല്ല ഒരു ടോപ്പാണ്. എൻ്റെ സൈസ് വന്നിട്ട് എസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എസ് എക്സസ് ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഡ്രസ്സും. അപ്പോൾ ആരോ എന്നോട് ഹൈറ്റും വെയിറ്റൊക്കെ ചോദിച്ചായിരുന്നു. എൻ്റെ അളവിൻ്റെ ഇതിനാണെന്ന് തോന്നുന്നു. എൻ്റെ അത്രയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ സൈസിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹൈറ്റ് വന്നിട്ട് 152, വെയിറ്റ് വന്നിട്ട് 50 kg, 32 ഇഞ്ചസ് ആണ് എൻ്റെ ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന സ്മോള് അല്ലെങ്കിൽ എക്സസ്, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും ഞാൻ എടുക്കണം. ഇതാണ് ഈ പ്രോഡക്റ്റ്. നല്ല പ്രോഡക്റ്റ് ആട്ടോ. ആർക്കും ബൈ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ടോപ്പാണിത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്തൊരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് നെറ്റിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പാവാട പോലെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പാണ്. ആൻഡ് ഓൾസോ ഫുൾ സ്ലീവ് ആണ്. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണ്. ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അതായത് ഹൈനെക്കാണ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടം വരെ ഇത് കണ്ടോ, ഉള്ളിലെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നേഴ്സ് യൂസ് ചെയ്യാം, അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. താഴോട്ട് ഗ്യാദേഴ്സ് പോലെ വന്നിട്ട് ഒരു പാവാട പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ്. ആൻഡ് ഓൾസോ മുകളിൽ ഇങ്ങനെ ബാക്ക് സൈഡിൽ ബട്ടൺസോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. ടൂണിക്സ് ആട്ടോ വരുന്നത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അഗെയിൻ യെല്ലോ ആണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങൾ കണ്ടോ? ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ സ്ലീവാണ് ഈ കാണുന്നത്. കണ്ടോ? ഒരു സ്ലീവ് ഇങ്ങനെയും ഒരു സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വന്നേക്കുന്നത്. കണ്ടോ? നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാട്ടോ ഈ ടോപ്പ്. നല്ല കളർ ആൻഡ് ഓൾസോ ഫ്ലോറൽ വർക്ക്, കുട്ടി ഫ്ലോറൽ വർക്ക്സ് ആണ് അവർ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടോപ്പാണിത്. ജീൻസിനൊക്കെ നല്ല സുഖമായിട്ട് ക്രോപ്പ് ടോപ്പ് പോലെ വെയർ ചെയ്യാം. ആൻഡ് ഓൾസോ കോളർ പീസാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ ടോപ്പ് കാണാനായിട്ട്. ഫ്രണ്ടിൽ ഇത് കണ്ടോ, നല്ല വിരിഞ്ഞ് കിടക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. കണ്ട സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കണ്ട ഈ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ, ഈ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഈ സ്ലീവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയാണ്. അത് ഒരേ ലെവലിൽ ഇങ്ങനെ ടോപ്പ് പോലെ പോയേക്കുവാണ്. നല്ല ഭംഗിയാണ്. എനിക്കിവിടെ വേറെ ചെയ്യുമ്പോൾ കാണാം. നല്ല അടിപൊളി ഒരു ടോപ്പാണ് ഈ ടോപ്പ്. ഇനി നമ്മൾ കാണിക്കുന്ന അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്രസ്സസ് ആട്ടോ. അതായത് നീ ലെങ്ത് വരെയുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഞാൻ മറ്റേതിൻ്റെ കൂടെ ഓർഡർ ചെയ്താണ്, അത് വന്നില്ലായിരുന്നു. അപ്പം വന്നത് ഇന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം വന്നപ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ഒരു നീ ലെങ്ത് വരുന്നൊരു ടോപ്പാണ്. ഫോട്ടോയിൽ കാണുന്നത് വേറൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ലുക്കൊന്നും കാര്യങ്ങളില്ല. പക്ക പോളിസ്റ്റർ പ്രിൻറ്റിനകത്ത് ഒരു ലൈറ്റ് പിങ്കിനകത്ത് ഒരു ഡ്രസ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഫ്രണ്ട് പോർഷൻ കയറിയും ബാക്ക് സൈഡ് ഇറങ്ങിയിട്ടുമാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു വർക്ക്, അതായത് ഒരു ഭംഗി എന്ന് പറയുന്നതുകൊണ്ട് ഗ്യാദേഴ്സ് ക്രോസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയും താഴോട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ കീറി ഇത് കണ്ടോ പൊക്കിയിട്ട് ബാക്ക് സൈഡ് താത്തിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇത് വെയർ ചെയ്യുമ്പോൾ കാണാം. ഇത് 400 വരുന്ന ഷോർട്ട് ഡ്രസ്സാണ്. ഷോർട്ട് ഡ്രസ്സ് അല്ല, അത്യാവശ്യം മാക്സി ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ബാക്ക് സൈഡ് മാക്സി പോലെ കിടക്കുകയും ഫ്രണ്ടിൽ ഷോർട്ട് ഡ്രസ്സായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ ഈ പ്രാവശ്യം മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ജീൻസിന് പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ മഞ്ഞയും ആ ഷർട്ട് ആദ്യം കാണിച്ചതൊക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലിങ്ക് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള മീഷോ ഹോളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്സ് ഓഫ് ഡ്രസ്സുകളുടെ വീഡിയോസ് ഹോളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം
എന്താണെന്ന് അറിഞ്ഞാലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ജീൻസിൻ്റെ ടോപ്സിനാണ് റെസ്പോൺസ് കൂടുതൽ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും ഈ ഷർട്ട്സിൻ്റെയും ടൂണിക്സിൻ്റെയും വീഡിയോസ് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കേർട്സിൻ്റെ വേണോ, അല്ലെങ്കിൽ കുർത്ത സെറ്റിൻ്റെ വേണോ, അല്ലെങ്കിൽ സ്കേർട്സിൻ്റെ വേണോ, എന്ത് വീഡിയോ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടായാലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്. ടേക്ക് കെയർ.